ബിജെപിയുടെ നേതൃത്വ സ്ഥാനത്ത് ഇനി പുതിയ മുഖം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയാനുഭവത്തോടെയാണ് രാജീവ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു ചെല്ലുന്നത്. സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബിജെപി നേതാവ് കൂടിയാണ് രാജീവ്. കക്ഷി രാഷ്ട്രീയത്തിനും മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയാണ് പാർട്ടി നേതൃത്വം ഇതുവരെ. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന രാജീവിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. സുരേന്ദ്രന് പകരക്കാരനാകുമോ എന്ന ചോദ്യത്തിന് എനിക്കും സാധ്യതയുണ്ട്, എല്ലാവർക്കും സാധ്യതയുണ്ട് എന്നതായിരുന്നു രാജീവിന്റെ മറുപടി. രാജ്യമറിയുന്ന ബിസിനസ്സുകാരന്റെ രാഷ്ട്രീയ പ്രവേശനവും വളർച്ചയും പെട്ടെന്നായിരുന്നു. മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദിയായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം. കേരളത്തിലെ ബിജെപിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളും സംസ്ഥാനത്ത് സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കളെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും തിരുവനന്തപുരത്ത് വരുന്ന 5 വർഷവും കാണുമെന്ന് പറഞ്ഞ രാജീവ് മത്സരഫലം പുറത്തു വന്നതോടെ പാർട്ടിയുമായി അകന്നിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സജീവമാകാൻ തീരുമാനമെടുക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വസതി വാങ്ങിയ രാജീവ് പുതിയ കരുക്കൾ നീക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ ഇതിവൃത്തങ്ങൾ ഇതിനോടകം തന്നെ ആരോപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയതോടെ നേരിയ വോട്ടിന് കൈവിട്ട പാർലമെന്റ് മണ്ഡലം 2029 തിരിച്ചുപിടിക്കാമെന്നായിരുന്നു രാജീവിന്റെ കണക്കുകൂട്ടൽ. എല്ലാം മുൻകൂട്ടി കണ്ട് രാജീവ് തിരുവനന്തപുരത്ത് കളം നിറക്കുകയായിരുന്നു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിലെ ബിജെപിയിലെ ഗ്രൂപ്പിസവും താഴെത്തട്ടിലെ നേതാക്കളുമായി അടുപ്പമില്ലാത്തതും ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വിമുഖത അറിയിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും രാജീവിന്റെ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന വിവരമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ വിഭാഗത്തെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന നേതാവ് സംസ്ഥാന അധ്യക്ഷനായി വരണമെന്ന നിലപാടിലാണ് ബിജെപി ദേശീയ നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ മുഴുവൻ പേരെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനാണ് പദ്ധതി. ഇതിന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നാണ് നിലവിൽ ബിജെപിയുടെ കണക്കുകൂട്ടൽ. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന രാജീവ് കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. അധ്യക്ഷ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന് പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ബിജെപി അധ്യക്ഷനായി നിയോഗിച്ചത്. കേരളത്തിൽ പുതിയൊരു മുഖം നേതൃത്വ സ്ഥാനത്തേക്ക് വരട്ടെ എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായത്. സുരേന്ദ്രന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ കൂടി പിന്തുണച്ചതോടെ രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് കൂടുതൽ എളുപ്പമായി. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖറിനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് പോരിൽ തണ്ടൊടിഞ്ഞ കേരള ബിജെപിയിൽ രാജീവിന്റെ വരവ് കൂടുതൽ രാജീവം വിടർത്തുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കടുത്ത വിഭാഗീയതയുള്ള കേരളത്തിലെ ബിജെപിയിൽ നേതാക്കളെ ഒന്നിപ്പിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പരീക്ഷണം ബിജെപിക്ക് എത്രത്തോളം ഗുണകരമാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.